നമ്മൾ അരവണ പാക്കറ്റ് പൊട്ടിക്കുകയാണ്. 2 പാക്കറ്റ് വലുത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രസാദക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഉരുളി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ്. ടിപ്സ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചേട്ടായും കുഞ്ഞാറ്റും എല്ലാം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ശബരിമലയ്ക്ക്. അപ്പോൾ ഇന്നാട്ടോ അവർ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് കറികളൊക്കെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടാണ് എന്തൊക്കെയുണ്ട് സംസാരിക്കുന്നതാണേ. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ എന്താ ഗുലാബിയാണ് കേട്ടോ. ഗുലാബി എന്ന് പറയുമ്പം ഞാൻ ഇവരെ പറ്റിക്കാനായിട്ട് പറയുന്നതാണ്. പണ്ട് എൻ്റെ അമ്മ എന്നെ ഗുലാബിയാണ് ഉണ്ടാക്കുന്നത്, എന്നെ വയറിനാശം കഴിച്ചതൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കുമായിരുന്നു. അതേപോലെ ഞാൻ ഇവളുമാരും പറ്റിക്കുമായിരുന്നു കേട്ടോ. ഇത് ഉപ്മാവാണ്, വെജിറ്റബിൾ ഉപ്മാവ്. അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയ ഉപ്മാവാണ്. ഞാൻ തേങ്ങ ഇടാൻ മറന്നുപോയി കേട്ടോ. തേങ്ങ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്. തേങ്ങയ്ക്ക് ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു കളറാട്ടോ, നല്ല റോസ് കളറ്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇതാ കഴിക്കാൻ പോയിട്ടുണ്ട്. അവൻ ഈ കളർ കണ്ടപ്പോഴത്തേക്ക് അവനങ്ങ് ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടൻ കഴിക്കുന്നത് കാണിച്ചെടുത്തേ. ഞാൻ ഉണ്ണിക്കുട്ടൻ ഇരുന്ന് ഉപ്മാവ് കഴിക്കാൻ കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആശാര സ്പൂണൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. വേഗം കഴിച്ചു ഉണ്ണിക്കുട്ടാ. വലിയ സ്പൂൺ കിട്ടിയോ? വേഗം കഴിച്ചു. ഞാൻ എടുത്തിട്ടില്ല. 2 സ്പൂണ്, ഒരെണ്ണം എൻ്റെ ഒരെണ്ണം ഉണ്ണിയുടെയാണേ. വാവച്ച് കഴിച്ചിടാൻ കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, വാവച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞെന്താ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിക്കുവാൻ കേട്ടോ. ഇങ്ങോട്ട് നോക്കി, എന്തൊരു നാണം. ഇതേ കാപ്പി മറിയും. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള കറി നമുക്ക് വേഗം അങ്ങ് ഒരുക്കിയെടുക്കാം കേട്ടോ. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് നേരം നമ്മൾ റെസ്റ്റിനെ ഇരുന്നു. ഇത് നമുക്ക് കറി ഉണ്ടാക്കാവേ. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നതാ മുരിങ്ങയില കേട്ടോ. മുരിങ്ങയില തോരൻ ഉണ്ടാക്കണം. ഇതാ അമ്മ ഒത്തിരി അമ്മേ ഇതാ ചേമ്പന്താള് പറിച്ചു വന്നിട്ടുണ്ട്. ചേമ്പന്താള് തോരൻ ഉണ്ടാക്കണം. പിന്നെ ഒരു പകുതി ഒരു ചെറിയ കഷ്ണം ഞാൻ ക്യാബേജും കൂടെ ഒന്ന് എടുത്തു വെച്ചായിരുന്നു. ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ഉള്ളിക്കറി ഉണ്ടാക്കണം. പിന്നെ പപ്പടം വറുത്തത്, പിന്നെ മോര്. ഇത്രയും മതി കേട്ടോ ഇന്നത്തെ കറികൾ. അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പം മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. നല്ല ഹെൽത്തി ആയൊരു സാധനമാണ് മുരിങ്ങയില. അപ്പം നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു മുരിങ്ങയിലയും പരിപ്പും കൂടി കറി വെക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കിയാലോന്ന് വിചാരിച്ചു. പിന്നെ പരിപ്പ് ഗ്യാസ് ഉണ്ടാകുന്ന സാധനമാണല്ലോ. അപ്പം അവിടെ നിന്ന് വരുന്നതാണല്ലോ സ്വാമിമാര്. അപ്പം പിന്നെ വയറുവേദന ഒന്നും വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ വേണം ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഉള്ളിക്കറി ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉള്ളിക്കറി ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച ഉള്ളിക്കറിയാണ്. അപ്പം ഇത്തിരി പാടാണ്, തേങ്ങ വറുത്തരയ്ക്കാനും എടുക്കാനൊക്കെ ഇത്തിരി പാടാണ്. എന്നാലും സാരമില്ല, നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ മുരിങ്ങയിലൊക്കെ നോക്കി വെച്ചായിരുന്നേ, ഒന്നും കൂടെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഇതിനകത്തോട്ട് വലിയ എട്ടുകാലിയോ ചുക്രുവലയോ ഒന്നും വരേണ്ടതാ, മഞ്ഞ ഇലയുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റണം, അതൊക്കെ മാറ്റി വെച്ചേക്കാവേ. ഒന്നും കൂടെ ഒന്ന് നോക്കിയെടുക്കട്ടെ കേട്ടോ. നമുക്ക് കാണാം. ഞാനേ ഇച്ചിരി ചേമ്പ് കണ്ടോ, ചേമ്പ് ഇങ്ങനെ കറി വയ്ക്കാൻ നോക്കണേ. അപ്പോൾ ചേമ്പ് എന്താണ്, ചേമ്പും താളുണ്ട്, ചേമ്പ് കറിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ചാറ് കറിയല്ല ഉണ്ടാക്കുന്നത്, ഉലർത്തിയെടുക്കാൻ കേട്ടോ. ചതച്ചമുളകും ഒക്കെ ഇട്ടിട്ടേ. അത് ചതച്ചമുളകില്ല, അവിടെ നമുക്ക് സാധാ മുളക് പൊടി ഇട്ടാൽ. ചുവന്നുള്ളി ആയിരുന്നു നല്ലത്, പക്ഷെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തത്.
വേഗം ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇതാ മുരിങ്ങയില തോരന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് വേഗം ആക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതാ രണ്ടാമത് കറികളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാബേജ് തോരനാട്ടോ. കാബേജ് തോരനായി. ഇതാ ചേമ്പ് കൂട്ടാൻ, നോക്ക് ചേമ്പ് കൂട്ടാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ സമയം ഇല്ല. അതുകൊണ്ട് ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. നമുക്ക് വേഗം തന്നെ തക്കാളിക്കറി ഉണ്ടാക്കാവേ. ഇന്നത്തെ തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുവാണേ. തേങ്ങ വറുത്തരച്ച തക്കാളിക്കറി ആട്ടോ വെക്കുന്നത്. അതുകൊണ്ട് ഞാനിതാ തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ട്, മസാലകളെല്ലാം ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കാവേ. ഇതൊരു എളുപ്പക്കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ച തക്കാളിക്കറിക്ക്. നന്നായിട്ടൊന്ന് വഴന്ന് ഈ തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞ് എടുത്തിട്ടെ. ഇത് നമുക്ക് ഈ തേങ്ങ വറുത്താൻ കൂടി അരച്ച് അതിലേക്ക് അങ്ങ് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അങ്ങ് എടുത്താൽ മതി കേട്ടോ. നല്ല കറിയാണേ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് കിടന്ന് വേകട്ടെ. തക്കാളിയൊക്കെ അരപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇച്ചിരി കൂടെ വെള്ളം അങ്ങ് ചേർത്തിട്ട് അങ്ങ് എടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാവേ. കണ്ടോ, നല്ല അടിപൊളി കറി, തേങ്ങ വറുത്തരച്ച തക്കാളിക്കറി. നല്ല രുചിയാട്ടോ. തക്കാളി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഉണ്ടാക്കാനും, എളുപ്പമാണ്, ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചേട്ടായിയും കുഞ്ഞനും ആ ചേട്ടനൊക്കെ വന്നിട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നോക്കിയിരിക്കുമായിരുന്നേ. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പോ ശരണമപ്പ. മൂന്നായില്ലേ? അയ്യപ്പോ പൊന്നമ്പലവാസനേ സ്വാമി സ്വാമി ഉണ്ണീസിന്റെ വണ്ടിയൊക്കെ ആയിട്ട് പപ്പ വന്നേക്കുന്നു. അടിപൊളി വണ്ടിയാണല്ലോ ഉണ്ണീസെ. ഉണ്ണീസ് എത്ര നേരം നോക്കിയെന്നറിയാവോ? കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളിതാ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പം നമ്മുടെ കറികൾ എന്താ ചേമ്പന്താള് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു, തിരക്കാറ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബാക്കിയിതാ പപ്പടം, മോര്, തക്കാളിക്കറി, മുരിങ്ങയില തോരൻ, ചേമ്പ് ഉലർത്തിയത്, ക്യാബേജ് തോരൻ, ഇത് സോയാബീൻ കറി വെച്ചതാണ്. ഇതെല്ലാം കൂട്ടിയതാ കുഞ്ഞാപ്പു കഴിക്കാൻ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആൻറ്റി, അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. ആൻറ്റി ഒരു ആൻറ്റീനെ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നതാ. പിന്നെ ഇതാ ചേട്ടാ ഇതാ ചോറ് കഴിക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കുഞ്ഞാവ തൊട്ടടുത്തിട്ട് കുഞ്ഞാവ ചോറ് കഴിച്ചോണ്ടിരിക്കുകയാണേ. കഴിഞ്ഞില്ല. ആ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഉണ്ണിക്കുട്ടി ശരിക്കും കോൾ അടിച്ചിട്ടാ. ഉണ്ണിക്കുട്ടി ഇതാ മാജിക് സ്ലേറ്റ് കിട്ടിയേക്കുവാണേ. അപ്പോൾ ഉണ്ണിക്കുട്ട ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മരയ്ക്ക് ഒന്ന് കാണിച്ചെടുക്കട്ടെ. അത് കാണിച്ചേ. അമ്മ ചിത്രം വരയ്ക്കട്ടെ. എന്ത് ചെയ്ത് ഇത് വരയ്ക്കുന്ന സാധനം എന്ത് ചെയ്യും? അതിങ്ങത്താ. ആഹാ, കൈകൊണ്ട് വരയ്ക്കുകയാണോ? ഇങ്ങനെ കൈകൊണ്ട് എങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഇതിനൊരു പെൻസിലുണ്ട്, ഇപ്പോൾ കാണുന്നില്ല. ഇങ്ങനെ വരച്ചിട്ടത് എന്താ ഡിലേറ്റ് ചെയ്താൽ മതി. പതുക്കെ നിൽക്ക്. ഓ
എടാ പൊട്ട എന്നല്ല ഇങ്ങനെ കണ്ടോ പോയി. മാജിക് സ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 പാവകൾ കണ്ടില്ലേ. ഇത് കുഞ്ഞാപ്പു വലിയേച്ചിക്കും ഒക്കെ മേടിച്ചതാണ്. വലിയേച്ചിക്കും ഉണ്ണിക്കുട്ടനൊക്കെ ആയിട്ട് മേടിച്ചതാ. ഇത് ഉണ്ണിക്കുട്ടൻ്റെയാണിത്. ഇത് ഇവളുമാരുടെ പാവക്കുട്ടികളാണ് കേട്ടോ. പിന്നെ ഇന്ന് മേടിച്ചത് വിമാനം. ഇതാ ഉണ്ണിക്കുട്ടൻ്റെ ജീപ്പ്. നമ്മുടെ പ്രസാദക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഉരുളിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ച് അവല്, മലര്, പിന്നെ ഇതാ ഉണക്ക മുന്തിരി, പിന്നെ ഉണ്ണിയപ്പം, തേങ്ങാക്കൊത്ത് നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഇതാ ശർക്കര, കൽക്കണ്ടം, ഉണ്ണിയപ്പത്തിൻ്റെ പേര് പറഞ്ഞല്ലോ അല്ലേ. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അരി വറുത്ത് പൊടിച്ചത് കേട്ടോ. അതിൻ്റെ പൊടി കണ്ടില്ലേ, അരി വറുത്ത് പൊടിച്ചതാണ്. എല്ലാം കൂടെ ചേർത്ത് ഇതൊക്കെ ചേട്ടയാണ് ചെയ്തത്. എല്ലാം കൂടി കുളി കഴിഞ്ഞ ഉടനെ എല്ലാം ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ചേട്ടയുടെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ മലയ്ക്ക് പോകുമ്പം പ്രസാദം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമ്മുടെ പ്രസാദം കൊടുക്കും കേട്ടോ. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, അവിടെ മഞ്ഞ കളർ ഉണ്ടല്ലേ, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രസാദക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്ക് ഇങ്ങനെ എടുത്ത് വെക്കട്ടെ. കൊടുക്കാനുള്ള കൂട്ടുകാർക്കൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ടെ. എനിക്ക് ആദ്യം തന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പ്രസാദം. പിന്നെ നമുക്ക് അരവണ പായസം പൊട്ടിക്കാനുണ്ട്, അത് മേടിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടിക്കാൻ പോവാണേ. നമ്മൾ അരവണ പാക്കറ്റ് പൊട്ടിക്കുകയാണ്. 2 പാക്കറ്റ് വലുത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അരവണ പായസം കൊണ്ടുവരണം എന്ന്. അപ്പോൾ എല്ലാവർക്കായിട്ട് ആ പായസം പൊട്ടിക്കുകയാണ്. 1 പാക്കറ്റ്. ഇതടുത്തത് 2 പൊട്ടിച്ചെടുത്തായിരുന്നേ. ഒരെണ്ണം ഞങ്ങൾ അപ്പം തന്നെ പൊട്ടിച്ച് തിന്നു കേട്ടോ. തീർന്നു തോന്നല്ലേ. ആദ്യം കാണിച്ചേ. ഇതാ അരവണ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? എത്ര പേര് എന്നോട് അരവണ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഒരുപാട് കൂട്ടുകാരുണ്ട്. പക്ഷെ അടുത്തൊക്കെയാണ് ഞാൻ എന്തായാലും കൊടുത്തതിനായിരുന്നു കേട്ടോ. ഇത് മലപ്പുറത്ത് നിന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പാലക്കാട് നിന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ അരവണ പായസം തീർന്നു കേട്ടോ. ഇനി ഇതൊക്കെ നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇനി പ്രസാദക്കൂട്ടുണ്ട്, അത് നമ്മൾ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. വീട്ടുകാർക്ക് കൊടുക്കാനുള്ളത് പ്രസാദങ്ങളെല്ലാം പേപ്പറിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 2-3 പേര് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. ആസിയ അവക്കുള്ള അരവണ പായസം, പിന്നെ ഷൈബി അവക്കുള്ള അരവണ പായസം, പിന്നെ അനാമിക ഇവരെടുത്ത് പറഞ്ഞ കാര്യമാണ് അരവണ പായസം കൊണ്ടുവരണം. അപ്പോൾ അവർക്കത് 3 അവർക്കുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ ചേട്ടയുടെ ഫ്രണ്ട്സിനുണ്ട്. ഇത് നമ്മൾ അടുത്ത വീട്ടിലും കൊടുക്കാനുണ്ട്, അവർക്കുള്ളതൊക്കെ ഉണ്ട്. ഞാൻ സാമീനെ കണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ ഒന്ന് പറഞ്ഞേ, തിരക്കുണ്ടായിരുന്നോ? 2 വർഷം പോയതിനേക്കാളും ഇച്ചിരി തിരക്ക് കുറവായിരുന്നു. പിന്നെയോ? പിന്നെ ഒരു 5-4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ട വന്നോളൂ. പിന്നെയോ? പിന്നെ 18ാം പടി ശരിക്കും കയറാൻ പറ്റി. പ്രാർത്ഥിക്കാൻ പറ്റിയോ? പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെയോ? പിന്നെ എൻ്റെ ടീച്ചറിനെ കുറിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ കൂട്ടുകാരെ കുറിച്ച് പ്രാർത്ഥിച്ചു, പിന്നെ ഹെഡ് മാസ്റ്ററിനെ കുറിച്ച് പ്രാർത്ഥിച്ചു. എല്ലാരും കൊണ്ട് പ്രാർത്ഥിച്ചു. മിടിക്കാണല്ലോ. പിന്നെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. മഴയുണ്ടായിരുന്നോ? മഴയില്ലായിരുന്നു. എനിക്ക് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടപ്പോഴ് അവിടെ ഇരുന്നപ്പോഴേ ചെറിയ ചാറ്റം മഴ പെയ്തായിരുന്നു. തിരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്ക് കുറവായിരുന്നു. അതെ. 18ാം പടി എത്താറായപ്പോ ഒരു ചെറിയ തള്ളലും വന്നോളൂ. അതെ അല്ലേ. അന്നേരം കരഞ്ഞായിരുന്നോ? എല്ലാ വർഷമുള്ള കരച്ചിലുണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം ഒന്ന് കരച്ചിലായിരുന്നല്ലേ. എന്ത് തിരക്കായിരുന്നു. മോനെ ഇടിച്ചൊക്കെ തെറിപ്പിച്ചില്ലായിരുന്നോ? കഴിഞ്ഞ വർഷം ഞാൻ ഇറങ്ങിപ്പോയി. ഇപ്രാവശ്യം അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലേ. ഇപ്രാവശ്യം ഞാൻ പപ്പ എന്നെ തീർത്ത് സൈഡിലോട്ടായിരുന്നു നിർത്തി. അതുകൊണ്ട് ശ്വാസം വിടാനായിട്ട് ചെറിയൊരു ദ്വാരം കിട്ടി. അതെ അല്ലേ. എന്നാലും കുഴപ്പമില്ല. അയ്യപ്പസ്വാമിനെ കാണാൻ പറ്റി, തൊഴാൻ പറ്റിയല്ലേ. ഇടുക്കി 3 വർഷം തുടർച്ചയായി തൊഴാൻ പറ്റില്ല, അതിനൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ കാര്യമൊക്കെ ഞാൻ ഇതുവരെ അയ്യപ്പസ്വാമിനെ കാണാൻ പോയിട്ട് പോയി. ഇനി എനിക്ക് പ്രായമാവണം, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ പ്രായമാകാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആണോ? ഇനി പോകാനായിട്ടല്ലേ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നല്ലേടാ.
ആ വെയിലും അധികമില്ല, മഴയും അധികമില്ല. നല്ലൊരു മൂടലും. അങ്ങനെ കാലാവസ്ഥ നല്ലതാണേ. വെയിലാകുമ്പോൾ നമുക്ക് വെയിലങ്ങ് കൊള്ളുമ്പോൾ പറ്റില്ലല്ലോ. മഴയാകുമ്പോൾ അതിനേക്കാൾ അസ്വസ്ഥതയായിരിക്കും. പിന്നെ നടപ്പന്തലിലെത്തിയപ്പോഴാ വെയിൽ നന്നായിട്ട് തെളിഞ്ഞത്. അതെ അല്ലേ? വെയിലിൻ്റെ കൂടെ കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ എടുത്ത് വെച്ച് ഇനി എല്ലാ വീട്ടുകളും കൊടുക്കാനുണ്ട് അല്ലേ? അപ്പം മോനും പപ്പയും കൂടെ ഇടാൻ പോകുന്നേ. അപ്പം ഞാനും ചേച്ചിയും താഴെ ഒരു വീടുണ്ട്, രാജേശ്വരി വീട്ടിൽ പോയി കൊടുത്തിട്ട് വരാം കേട്ടോ. പ്രസാദം കൊടുക്കണം, അരവണ പായസമൊക്കെ കൊടുക്കാനുണ്ട്. ഓക്കെ, അതാ പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കാൻ വീട് വരെ പോയതാണ് കേട്ടോ. ഒരാൾ ഭയങ്കര കൊഞ്ചി കരച്ചിലാണ്, ഫ്രൂട്ടി വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.